നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എടോ, തനിക്ക് എന്നോട് ഈ കാര്യം കുറച്ച് നേരത്തെ പറഞ്ഞൂടായിരുന്നോ? വെറുതെ ഇഷ്ടമില്ലാത്ത ആളുകൾക്ക് ഗിഫ്റ്റ് നൽകി ഫൂൾ ആവേണ്ട അവസ്ഥ എനിക്ക് വരില്ലായിരുന്നല്ലോ. സാരിയോ? ഏത് സാരി? ട്യൂഷനൊക്കെ കഴിഞ്ഞ് ഹൃതികോടൊന്ന് റെഡിയായിട്ട് നിൽക്കാൻ പറഞ്ഞാൽ മതി. ആ പറയാ സാറേ, മാഡത്തെ ഞാൻ കൂട്ടിക്കൊണ്ടുവരാം. ആ ഓക്കെ, താങ്ക് യു. ആ ശരി സാർ. ലതിക മാഡം, മാഡത്തിന്റെ വുഡ്ബിയെ വിളിച്ച് മാഡത്തെ ഇന്ന് ഔട്ടിങ്ങിന് കൂട്ടിക്കൊണ്ട് പോകുന്നെന്ന്. ട്യൂഷൻ കഴിഞ്ഞ് റെഡിയായി, ഭാവി വരന്റെ കൂടെ ഒന്ന് പോയിട്ട് വാ. ശരി, ആയിക്കോട്ടെ. കല്യാണ രാമ, ഇത് ഞാൻ ഹൃതികയ്ക്ക് ഗിഫ്റ്റ് കൊടുത്ത സാരിയല്ലേ? ഈ സാരി എന്താ ജോലിക്കാരി കൊടുത്തിരിക്കുന്നത്? ആ ദിവ്യേ, എന്നും നീ ഉടുക്കാറുള്ള നിന്റെ യൂണിഫോം സാരി മാറ്റി പിടിച്ചോ? ഇന്നെന്താ നിന്റെ ബർത്ത്ഡേ ആണോ? പുതിയ സാരിയൊക്കെ ആണല്ലോ. അയ്യോ സാറേ, ഞങ്ങളെപ്പോലുള്ള പാവങ്ങളൊക്കെ പിറന്നാൾ ഓർത്തിരിക്കാനും മാത്രം യോഗ്യരാണോ? ഈ സാരി എനിക്ക് ഋതിക മാഡം തന്നതാ. മാഡത്തിന് ഈ സാരി ഇഷ്ടായില്ലത്ര? ഓ അങ്ങനെ വരട്ടെ, ശരിയാ. ഇത് അവൾക്ക് ചെറുപ്പം മുതലുള്ള ശീല. എന്തെങ്കിലും അവൾക്ക് തീരെ ഇഷ്ടമായില്ലെങ്കിൽ അവൾ അത് ആർക്കെങ്കിലും കൊടുക്കും. അപ്പോ ഹൃതികയ്ക്ക് ഞാൻ കൊടുത്ത സാരി ഇഷ്ടമായില്ല. സാരി ഇഷ്ടമായില്ലെന്ന് മാത്രമാണോ, അതോ ഹൃതികയ്ക്ക് എന്നെ ഇഷ്ടമായില്ലെന്നാണോ അതിന്റെ അർത്ഥം? ഹായ് ബ്രോ, എപ്പോ വന്നു? ഇപ്പൊ വന്നേ ഉള്ളൂ. ഓ, ഹൃതിക ഔട്ടിന് കൊണ്ടുവന്നായിരിക്കും അല്ലേ? ഇങ്ങനെ വന്ന കാലം നിൽക്കാതെ ഇരിക്കേ. ഇത് അശ്വിന്റെ ഭാവി വധുവിന്റെ വീടല്ലേ? ഇരിക്കുന്നേ വാ. അശ്വിൻ, മുഖം എന്താ വല്ലാതിരിക്കുന്നേ? രാവിലെ കണ്ട ഉഷാറില്ലല്ലോ. ഏയ് ഒന്നുമില്ല. ആ യാമിനി, ഹൃതികയെ കൂട്ടിക്കൊണ്ടോ, അശ്വിനെത്തി. അശ്വിന്റെ ഈച്ച കുത്തിയ പോലുള്ള മുഖം കണ്ടാൽ അറിയാം അമ്മയുടെ ബുദ്ധി ഏറ്റു. അശ്വിനും ഋതികയും തമ്മിലൊരു പൊട്ടിത്തെറി ഉണ്ടാവാൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രം. ഞാൻ ഗിഫ്റ്റ് നൽകിയ സാരി ജോലിക്കാരിക്ക് കൊടുത്തിട്ട് ഈ വിവാഹത്തിന് താല്പര്യമില്ലെന്ന് ഹൃതിക എന്നോട് പറയാതെ പറയാൻ ശ്രമിക്കുകയാണ്. അശ്വിൻ, നിങ്ങൾ അറിയിക്കോളൂ. ശരിയെങ്കിൽ വാ പോവാം. മോളെ ഋതികെ, നീ ചെല്ല്. ചേട്ടൻ നിന്റെ പിന്നാലെ തന്നെ ഉണ്ട്. ഇരിക്കെ.
ഓർഡർ പ്ലീസ്. ജസ്റ്റ് ഗിവ് മീ 5 minutes. ഓക്കെ സർ. ഋതിക എന്താ ഒന്നും മിണ്ടാത്തത്? അശ്വിനൊന്നും എന്നോട് ചോദിച്ചില്ലല്ലോ. ഞാൻ ചോദിക്കാതെ എന്തോ ഒരു കാര്യം ഋതികയ്ക്ക് എന്നോട് പറയല്ലേ? അതെങ്ങനെ മനസ്സിലായി? അതൊക്കെ എനിക്ക് മനസ്സിലായി. താനായിട്ട് പറയട്ടെ എന്ന് ഓർത്ത് വെയിറ്റ് ചെയ്യുമായിരുന്നു ഞാൻ. എന്താണ് മനസ്സിലുള്ളതെന്ന് വെച്ചാൽ തുറന്ന് പറഞ്ഞോളൂ. തുറന്നു പറയുന്നത് കൊണ്ട് ഒന്നും തോന്നരുത്. സത്യത്തിൽ എനിക്ക് വിവാഹത്തിന് താല്പര്യമില്ല. എന്താ പറഞ്ഞേ? ഒന്നുകൂടെ ഒന്ന് പറഞ്ഞേ. ഐ എം റിയലി സോറി അശ്വിൻ. ശരിക്കും ഞാനൊരു മാരേജിന് പ്രിപ്പയർഡ് അല്ല. എനിക്ക് വിവാഹത്തിന് തീരെ ഇൻട്രസ്റ്റ് ഇല്ല. ഈ വിവാഹത്തിന് താല്പര്യമില്ല എന്ന് പറഞ്ഞതിൽ എന്തെങ്കിലും റീസൺ ഉണ്ടോ? സത്യത്തിൽ എനിക്ക് എന്റെ അച്ഛനെ പിരിയുന്ന കാര്യം ആലോചിക്കാൻ പോലും പ്രയാസം. വിവാഹം കഴിഞ്ഞ അച്ഛനെ എനിക്ക് പിരിയേണ്ടി വരും. അതുകൊണ്ട് വിവാഹമേ വേണ്ട എന്ന തീരുമാനത്തിലാണ് ഞാൻ. മനസ്സിലായി. എന്ത്? തനിക്ക് എന്നെ വിവാഹം കഴിക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടാ ഞാൻ ഗിഫ്റ്റായിട്ട് വാങ്ങി തന്ന സാരി താൻ ഉടുക്കാതിരുന്നത്. എടോ, തനിക്ക് എന്നോട് ഈ കാര്യം കുറച്ച് നേരത്തെ പറഞ്ഞൂടായിരുന്നോ? വെറുതെ ഇഷ്ടമില്ലാത്ത ആളുകൾക്ക് ഗിഫ്റ്റ് നൽകി ഫൂൾ ആവേണ്ട അവസ്ഥ എനിക്ക് വരില്ലായിരുന്നല്ലോ. സാരിയോ? ഏത് സാരി? താൻ തന്റെ വീട്ടിലെ ജോലിക്കാരിക്ക് കൊടുത്ത് എന്നെ അപമാനിച്ചില്ലേ? ആ സാരിയുടെ കാര്യം തന്നെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ജോലിക്കാരിക്ക് ഞാൻ സാരിയൊന്നും കൊടുത്തില്ലല്ലോ. അച്ഛൻ എന്തൊക്കെയാ പറയുന്നേ? താനൊന്നും അറിയാത്ത പോലെ സംസാരിക്കല്ലേ. എന്തിനാ ഇത്ര ബുദ്ധിമുട്ടി അഭിനയിക്കുന്നേ? എന്നെ ഇഷ്ടമായില്ലെന്ന് എന്റെ മുഖത്ത് നോക്കി പറയണമായിരുന്നു. അതിനുള്ള ധൈര്യം കാണിക്കണമായിരുന്നു. ഞാൻ തന്ന ഗിഫ്റ്റ് സ്വീകരിക്കേണ്ടതായിരുന്നു. ഇതൊരുമാതിരി ചീപ്പായി പോയി. അച്ഛൻ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? എനിക്ക് അച്ഛൻ പറയുന്ന ഒന്നും മനസ്സിലാവുന്നില്ല. ഞാൻ അശ്വിനെ ഇഷ്ടമായില്ലെന്ന് പറഞ്ഞു അശ്വിനെ ഇൻസൾട്ട് ചെയ്തില്ലല്ലോ. പിന്നെ എന്തിനാ ഇത്രയും ദേഷ്യപ്പെടുന്നത്? ഓ, ഇപ്പൊ അങ്ങനെ ഇടോ, താണല്ലോടോ പറഞ്ഞത് തനിക്ക് തന്റെ അച്ഛനെ പിരിയിരിക്കാൻ പറ്റില്ല, വിവാഹം വേണ്ടെന്നൊക്കെ. ആ, എങ്കിൽ പിന്നെ എന്റെ അച്ഛനും അമ്മയും ഈ പ്രപ്പോസലുമായിട്ട് വന്നപ്പോ താൻ എന്താ ഈ കാര്യം തുറന്ന് പറയാത്തെ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.